ധ്യാനം എന്തിന്? ഒരു ഉത്തരമേ ഉള്ളൂ. ധ്യാനം ഓരോരുത്തരും അഭ്യസിക്കണം. അത് ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമാണ്. കുഞ്ഞുകുട്ടി മുതൽ മുതിർന്നവർ വരെ ധ്യാനം അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. ഇനി ധ്യാനം എന്താണ്? ധ്യാനം അഥവാ മെഡിറ്റേഷൻ എന്ന പദം മെഡേരി എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. മെഡേരി ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തെയാണ് മെഡേരി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ധ്യാനത്തെപ്പറ്റി ആധികാരികമായി ഒരു യോഗിയോ ജ്ഞാനിയോ ഒരു ഗുരുമുഖത്തു നിന്നോ വരുന്നത് പോലെ വരില്ലെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ ധ്യാനത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് പറയാനാവും. ധ്യാനം ഒരു പരിശീലനമാണ്. മാനസികവും ശാരീരികവും വൈകാരികവുമായ ക്ഷേമത്തിനായി നടത്തുന്ന ഒരു ആത്മീയ പ്രക്രിയയാണ് ധ്യാനം. ഇത് മനസ്സിനെ അലട്ടുന്ന സമ്മർദ്ദങ്ങളെ ഇല്ലാതാക്കി ചിന്താശൂന്യമായ അവബോധത്തിലേക്ക് നമ്മെ നയിക്കുന്നു. തലച്ചോറിൻ്റെ പ്രവർത്തന രീതിയെ നെഗറ്റീവ് ചിന്തയിൽ നിന്നും പോസിറ്റീവ് ചിന്തയിലേക്ക് തിരിച്ചിടുവാൻ ധ്യാനത്തോളം ഫലപ്രദമായ മരുന്ന് വേറെയില്ല. ഒരു കുരങ്ങനെ പോലെ ചാടിച്ചാടി സഞ്ചരിക്കുന്ന നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ധ്യാനം കൊണ്ട് സാധിക്കും. പുലർക്കാലെ എഴുന്നേറ്റ് ദേഹശുദ്ധി ചെയ്ത് വിളക്കുവെച്ച് കിഴക്കോ വടക്കോ ദർശനം ചെയ്യുന്ന വിധത്തിൽ പദ്മാസനത്തിൽ ഇരുന്ന് ധ്യാനം ചെയ്യാൻ തുടങ്ങാം. ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സുഖാസനത്തിൽ ഇരിക്കാവുന്നതാണ്. മെഡിറ്റേഷൻ്റെ പല പോസ്റ്ററുകളും കണ്ടിട്ടുണ്ടാവുമല്ലോ. നട്ടെല്ല് നിവർന്ന് മുഖം നേരെയാക്കി കൈകൾ ചിന്മുദ്രയിൽ അഥവാ ധ്യാനമുദ്രയിലോ വെച്ച് ധ്യാനം ചെയ്യാം. പ്രാണായാമം ചെയ്യുകയാണ് ധ്യാനത്തിൻ്റെ പ്രധാന പ്രക്രിയ. ഗുരുവിനെ മനസ്സിൽ സങ്കല്പിച്ച്, ഇനി ഗുരുവില്ലാത്തവർ ഇഷ്ടദേവതയോ ഇഷ്ടദേവനെയോ മാതാപിതാക്കളെയോ സങ്കല്പിച്ച് ഹൃദയപുഷ്പത്തെ അർപ്പിച്ച് ധ്യാനം തുടങ്ങാം. ഗണേശ മന്ത്രം, സുബ്രഹ്മണ്യ മന്ത്രം, ശിവപഞ്ചാക്ഷരി മന്ത്രം, ഭഗവതി മന്ത്രം, ശരവണ മന്ത്രം, നാരായണ മന്ത്രം എന്നിങ്ങനെ നമുക്ക് പ്രിയപ്പെട്ട മന്ത്രങ്ങൾ ചൊല്ലാം. ധ്യാനം ചെയ്യുന്നവർ സസ്യഭക്ഷണം കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇതിനോടൊപ്പം ചക്ര മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ധ്യാനം എന്ന പ്രക്രിയ നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അതിന് പ്രാപ്തരാക്കണം. വികാരങ്ങളെ നിയന്ത്രിച്ച് സംസ്കാര പാതയിലൂടെ വേണം സഞ്ചരിക്കാൻ. ധ്യാനം എന്നാൽ ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. നമ്മെ തെറ്റുകളിൽ നിന്നും ശരികളിലേക്കും ബലഹീനതയിൽ നിന്നും ശക്തിയാർജിക്കാനും സാധിക്കും. അവശതയിലായിരിക്കുമ്പോഴാണ് നാം പലപ്പോഴും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുവാകിയിരിക്കുക. അതുവരെ ഉണ്ടായ യുവത്വവും ഊർജ്ജസ്വലതയും നമ്മെ കൈവിടുമ്പോഴാണ് നാം ആരോഗ്യത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി പല മാർഗങ്ങളും തേടുക. ധ്യാനം കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധർ വരെ ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഉന്നതിയിലെത്തുക വഴി സമൂഹത്തിന് കൂടി മേന്മ കൈവരുവാൻ സാധിക്കും. ഇന്ന് സമൂഹത്തിൽ കാണുന്ന മനുഷ്യ മനസ്സിൻ്റെ ക്രിമിനൽ സ്വഭാവത്തെ നിയന്ത്രിക്കുവാൻ ധ്യാനം ഒരു അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരു നല്ല മനുഷ്യനെ മാത്രമല്ല, ഒരു നല്ല സമൂഹത്തെ, ഒരു നല്ല ദേശത്തെ, ഒരു നല്ല രാജ്യത്തെ, എന്തിന് നല്ലൊരു ലോകത്തെ പോലും ഉന്നതിയിലെത്തിക്കുവാൻ ധ്യാനം കൊണ്ട് സാധിക്കും. ധ്യാനം സ്കൂൾ തലത്തിൽ പാഠ്യവിഷയങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ
ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടാവുന്ന ഗുണം ഏറെയാണ്. നമസ്കാരം. നന്ദി.